നമ്മൾ ഹെൽത്തി ഗട്ടിന് വേണ്ടി ഒരു നല്ല ആരോഗ്യമുള്ള ദഹന വ്യവസ്ഥയ്ക്ക് വേണ്ടി ചെയ്യേണ്ട പ്രധാനപ്പെട്ട 7 കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഷിംജി, മെഡിക്കൽ ഡയറക്ടർ, സൗഖ്യ ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ സെന്റർ. ഒരു മനുഷ്യന്റെ ആരോഗ്യത്തിന്റെ ഏറ്റവും കാതലായ കാര്യം എന്ന് പറയുന്നത് ശരിയായ ദഹന വ്യവസ്ഥയാണ്. സെക്കൻഡ് ബ്രെയിൻ എന്നൊക്കെയാണ് നമ്മളിപ്പോൾ ദഹന വ്യവസ്ഥ അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ വിളിക്കാറുള്ളത്. എന്തുകൊണ്ടാണ് ദഹന വ്യവസ്ഥ ഇത്രയും പ്രാധാന്യം അറിയിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഒരു മനുഷ്യന്റെ പ്രതിരോധ ശേഷിയായാലും അദ്ദേഹത്തിന്റെ ജീവിതശൈലി രോഗങ്ങളുടെ മൂലകാരണവും എല്ലാം മിക്കവാറും എല്ലാ പ്രശ്നങ്ങളുടെയും തുടക്കം ഗട്ടിന്റെ ഇംബാലൻസ് കൊണ്ട് തന്നെയാണ്. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് 3-ൽ ഒരാൾക്കെങ്കിലും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ് പല പഠനങ്ങളും സൂചിപ്പിക്കുന്നത്. ചിലർക്കത് ബ്ലോട്ടിംഗ് ആവാം, അല്ലെങ്കിൽ വയറിൽ ഗ്യാസ് നിറയുന്നതാവാം, ചിലർക്ക് മലബന്ധമാവാം, മറ്റു ചിലർക്ക് ലൂസ് ടൂൾസ് ആവാം. ഇങ്ങനെ ദഹനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പലതാണ്. ഇങ്ങനെയുള്ള പല ലക്ഷണങ്ങളുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ റൂട്ട് കോസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഗട്ട് ഇംബാലൻസ് എന്ന് പറയാം. നമ്മുടെ ദഹന വ്യവസ്ഥക്കകത്തുള്ള ആ ബാക്ടീരിയകളാണ് നമ്മുടെ ആരോഗ്യം തീരുമാനിക്കുന്നതും ഇവൻ നമ്മുടെ മാനസികമായ സ്വാസ്ഥ്യം പോലും തീരുമാനിക്കുന്നതും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം നമുക്ക് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്ന് ചോദിച്ചാൽ, ഈ പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ 3 കാര്യങ്ങളാണ് ഇതിനു വേണ്ടി ചെയ്യാനുള്ളത്. ഒന്ന്, ചില കാര്യങ്ങൾ അവർ മാറ്റി നിർത്തേണ്ടി വരും, അല്ലെങ്കിൽ അവോയ്ഡ്. രണ്ടാമത്, ചില കാര്യങ്ങൾ അവർ ഫിക്സ് ചെയ്യേണ്ടി വരും. മൂന്നാമത്, ഇനോക്കുലേറ്റ്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ നിങ്ങൾക്കുള്ളവരാണെങ്കിൽ, ഈ ദഹന സംബന്ധമായ ഏതെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, നിങ്ങൾ ഒരു 7 days പ്രോഗ്രാമാണ് ഇതിന് മെയിനായിട്ട് ചെയ്യേണ്ടത്. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, വളരെ സങ്കീർണമായ പ്രശ്നങ്ങളാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ഒരു മെഡിക്കൽ എക്സ്പേർട്ടിന്റെ ഒപ്പീനിയനോട് കൂടിയിട്ട് കുറച്ചധികം കാലം എടുത്തിട്ടാണ് ഇത് ശരിയാക്കേണ്ടി വരിക. അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത്. ആദ്യത്തെ 2 ദിവസമാണ് സാധാരണഗതിയിൽ നമ്മൾ അവോയ്ഡ് എന്ന് പറയുന്ന കാര്യം കൂടുതൽ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടി വരിക. എന്തൊക്കെയാണ് അവോയ്ഡ് ചെയ്യേണ്ടി വരിക? നിങ്ങളുടെ വയറിനകത്ത് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും ഒഴിവാക്കുക. അങ്ങനെ പറയുകയാണെങ്കിൽ ഇതിന്റെ ഉദ്ദേശം ഗട്ടിന്റെ ലൈനിങ് നന്നാക്കി സൂക്ഷിക്കുക, അതുപോലെ തന്നെ ഗട്ടിനകത്തുള്ള ദഹന വ്യവസ്ഥക്കകത്തുള്ള നീർവീഴ്ചകൾ കുറക്കുക. നമ്പർ 1, നിങ്ങൾ ഒഴിവാക്കേണ്ട ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, വളരെ നല്ലത് എന്ന് നമ്മൾ കരുതുന്ന പാലാണ്. പാലിനകത്തുള്ള പ്രധാന പ്രശ്നം അതിനകത്തുള്ള കേസിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനാണ്. ഇതിനെ ദഹിപ്പിക്കാനുള്ള കപ്പാസിറ്റി നമ്മുടെ ദഹന വ്യവസ്ഥയ്ക്ക് വളരെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇത് കഴിക്കുമ്പോൾ നമുക്ക് ഇറിറ്റേഷൻസ് വരാനുള്ള, നീർവീഴ്ചകൾ വരാനുള്ള സാധ്യത വളരെ അധികമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും പാലിന്റെ കൺസംഷൻ കുറയ്ക്കുന്ന സമയത്ത് അവരുടെ ദഹനപരമായ ആരോഗ്യം വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാം. പ്രധാനമായിട്ട് ഈ ബ്ലോട്ടിങ് പോലെയുള്ള, അല്ലെങ്കിൽ ലൂസ് ടൂൾസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. അപ്പോൾ പാല് ഒഴിവാക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ഗ്ലൂട്ടൻ അടങ്ങിയ വസ്തുക്കൾ. ഗ്ലൂട്ടൻ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് അത് ഗോതമ്പിലാണുള്ളത്, ഓട്സിലൊക്കെ ഉണ്ട്. അപ്പം ഇത്തരത്തിലുള്ള ഭക്ഷണ വസ്തുക്കൾ നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നതാണ് ആദ്യ കുറച്ച് ദിവസങ്ങളിലേക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റുകൾ, അതായത് പഞ്ചസാര കൊണ്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ, ഉദാഹരണത്തിന് ബിസ്ക്കറ്റ്, പിന്നെ ബ്രെഡ്, പാസ്ത, അതേപോലെ തന്നെ ഫ്രൈഡ് ഐറ്റംസ്, പഞ്ചസാര കൊണ്ട് ഉണ്ടാക്കുന്ന വസ്തുക്കൾ, അതേപോലെ നമ്മൾ വളരെ നല്ലതാണെന്ന് കരുതുന്ന റോ സാലഡ്സ്, വേവിക്കാതെയുള്ള പച്ചക്കറികൾ. വേവിക്കാതെ കഴിക്കുന്ന പച്ചക്കറികൾ വളരെ നല്ലതായിട്ടാണ് പറയുക. പക്ഷെ ഇത്തരത്തിൽ ഗട്ടിന് പ്രശ്നമുള്ള ആൾക്കാർ വേവിക്കാത്ത പച്ചക്കറികളും കുറച്ച് ദിവസത്തേക്ക് ഒഴിവാക്കുന്നതാണ് ബുദ്ധിപൂർവമായിട്ടുള്ള ഒരു കാര്യം. ഇനി എന്തൊക്കെ കഴിക്കാമെന്ന് ചോദിച്ചാൽ, സാധാരണഗതിയിൽ അവർക്ക് കുക്ക്ഡ് ആയിട്ടുള്ള വെജിറ്റബിൾസ്, വേവിച്ച വെജിറ്റബിൾസുകളെല്ലാം കഴിക്കാം. അതുപോലെ സ്റ്റീം ചെയ്തെടുത്ത അരി അല്ലെങ്കിൽ ചോറായിട്ട് നിങ്ങൾക്ക് അല്പം കഴിക്കുന്നതിന് കുഴപ്പമില്ല. കുറച്ച് ചായക്ക് പകരമായിട്ട് ഹെർബൽ ടീയിലേക്കോ അങ്ങനെയൊക്കെ മാറാം. ബട്ടർ മിൽക്ക്, മോര് പോലെ, യോഗട്ട് പോലെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ അതൊക്കെ നിങ്ങൾക്ക് കഴിക്കാം. പക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഫൈബർ കൊടുക്കുക. ഫൈബർ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഒരു തെറ്റിദ്ധാരണയുള്ളത് നമ്മുടെ ഹസ്ക്, തവിട് പോലെയുള്ളതൊക്കെ ഫൈബറാണ്. എല്ലാ ഫൈബറും ഗുണപ്രദം തന്നെയാണ്, ദോഷമെന്ന് പറയുന്നില്ല. പക്ഷെ സോളിബിൾ ഫൈബർ അല്ലാത്ത ഫൈബർ ഒരു പക്ഷെ നിങ്ങളുടെ ബ്ലോട്ടിങ് വർദ്ധിപ്പിച്ചേക്കാം. സോളിബിൾ ഫൈബർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലയന സാധ്യതയുള്ള
ഫൈബറുകളാണ്. അതായത് പലപ്പോഴും ഞാൻ സൂചിപ്പിച്ചതുപോലെയുള്ള വെണ്ടക്ക, വഴുതനങ്ങ, അതുപോലെ വാഴക്കൂമ്പ്, ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഈ കുറച്ച് ശ്ലേഷ്മത ഉണ്ടാക്കുന്ന വെജിറ്റബിൾസും ഫ്രൂട്ട്സുകളും ഒക്കെ ഒരു മ്യൂക്കസ് ഉള്ള എല്ലാ സാധനങ്ങളിലും നന്നായിട്ട് ഫൈബർ ഉള്ളതാണ്, സോളിബിൾ ഫൈബർ ഉള്ളതാണ്. ഇതൊരു പ്രീബയോട്ടിക്കും കൂടിയാണ്. അപ്പോൾ ഈ സോളിബിൾ ഫൈബർ നിങ്ങൾക്ക് ധാരാളമായിട്ട് കൊടുക്കാം. വെജിറ്റബിൾസ്, ഫെർമെൻ്റ് ചെയ്ത വെജിറ്റബിൾസ് ഒക്കെ വളരെ ഗുണപ്രദമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഓട്സ് നിങ്ങൾക്ക് അത്യാവശ്യം കഴിക്കാം, പക്ഷേ അത് സ്റ്റീൽ കട്ട് ഓട്സ് ആയിരിക്കണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലുള്ള ഗ്ലൂട്ടൻ അടങ്ങിയ ഓട്സ് ആകരുത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഹൈഡ്രേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് പറയുക. ഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ 25 കിലോ വെയിറ്റിനും 1 ലിറ്റർ എന്ന തോതിൽ നിങ്ങൾ വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ 75 കിലോ ഭാരമുള്ള ഒരു വ്യക്തി 3 ലിറ്ററോളം വെള്ളമാണ് ഒരു ദിവസം കൊടുക്കേണ്ടത്. വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞിട്ട് ഫൈബർ കൂടിയാലും അവിടെ കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം ഉണ്ടാവാനുള്ള സാധ്യത വർദ്ധിക്കും. അത് ഇൻസോളിബിൾ ഫൈബർ ആണെങ്കിൽ തീർച്ചയായിട്ടും വർദ്ധിക്കും. അതുകൊണ്ട് ഇൻസോളിബിൾ ഫൈബർ അടങ്ങിയ കാര്യങ്ങൾ, നമ്മൾ തവിട് പോലെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കുന്ന ആൾക്കാർക്കൊക്കെ ധാരാളം വെള്ളം കൂടി കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ മറ്റൊരു കാര്യങ്ങളാണ് പ്രോബയോട്ടിക്കുകൾ. നല്ല ബാക്ടീരിയ അടങ്ങിയ കാര്യങ്ങളൊക്കെ അവർ കഴിക്കേണ്ടതായിട്ടുണ്ട്. പ്രോബയോട്ടിക്കുകൾ സാധാരണഗതിയിൽ നമ്മൾ കൊടുക്കേണ്ടത് അവിടെയും ചില കാര്യങ്ങൾ നമ്മൾ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഉദാഹരണത്തിന് IBS പോലെയുള്ള ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം പോലെയുള്ള പ്രശ്നമുള്ള ആൾക്കാരാണെങ്കിൽ ബാക്ടീരിയകൾ ഒരു തത്വാധീക്ഷയുമില്ലാതെ നല്ല ബാക്ടീരിയ ആണെങ്കിൽ പോലും കൊടുക്കരുത്. കാരണം അതിന് ചില പ്രത്യേകതരം സ്ട്രെയിനിൽപ്പെട്ട ബാക്ടീരിയ മാത്രമേ ഇവിടെ കൊടുക്കാൻ പാടുള്ളൂ. കാരണം IBS എന്ന് പറയുന്നത് തന്നെ സിബോ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ കൊണ്ടാണ് സാധാരണ ഉണ്ടാകാറുള്ളത്, സ്മോൾ ഇൻറ്റസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർഗ്രോത്ത്. അപ്പോൾ നിങ്ങളുടെ ചെറുകുടലിനകത്ത് ബാക്ടീരിയയുടെ അളവ് വർദ്ധിക്കുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായത്. അവിടെ നിങ്ങൾ വീണ്ടും ബാക്ടീരിയയെ കടത്തി വിട്ടാൽ ഒരുപക്ഷെ അത് റിവേഴ്സായിട്ട് വിപരീതമായിട്ട് വലിച്ചേക്കാം. അതുകൊണ്ട് IBS പോലെയുള്ള പ്രശ്നങ്ങൾ നന്നായിട്ടുള്ള ആൾക്കാരൊക്കെ ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷന് ശേഷം മാത്രം ഏതളവിൽ ഏത് തരം സ്ട്രെയിനാണ് കഴിക്കേണ്ടത് എന്ന് തീരുമാനിച്ച് തന്നെ അത് ചെയ്യേണ്ടതാണ്. ഞാനിപ്പോൾ സാമാന്യ ആരോഗ്യമുള്ള ഒരാൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് ഈ ബാക്ടീരിയ കിട്ടുന്നത് ഒന്ന് യോഗട്ട്, ബട്ടർ മിൽക്ക്, പഴങ്കഞ്ഞി, ഇതിൽ നിന്നൊക്കെ ഇത് ധാരാളമായിട്ട് കിട്ടാം. ഇനോക്കുലേറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ബാക്ടീരിയ അവിടെ ഫിക്സ് ചെയ്യുക, എന്നിട്ട് അത് നശിക്കാതെ സംരക്ഷിക്കുക. അപ്പോൾ നല്ല ബാക്ടീരിയ കൊടുത്താൽ മാത്രം പോരാ, നശിക്കാതെ സംരക്ഷിക്കണമെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റുകൾ, പഞ്ചസാര അടങ്ങിയ സാധനങ്ങൾ കൊടുക്കാതിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീബയോട്ടിക്കുകൾ, ഈ നല്ല ബാക്ടീരിയക്കുള്ള ഭക്ഷണം ശരിയായ രീതിയിൽ കൊടുക്കുക എന്നതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്തരത്തിലുള്ള പ്രീബയോട്ടിക്കുകൾ വെച്ചിട്ടാണ് നല്ല ബാക്ടീരിയ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള കുറേ മോളിക്യൂൾസ് ഉണ്ടാക്കാറുണ്ട്. അത്തരത്തിലുള്ള മോളിക്യൂൾസ് വെച്ചിട്ടാണ്, അത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ വെച്ചിട്ടാണ് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യം സന്തുലിതമായി കൊണ്ടുപോകാൻ പോലും ഇത്തരത്തിലുള്ള നല്ല ബാക്ടീരിയ നമ്മളെ സഹായിക്കും. അതേപോലെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഗട്ടിൻ്റെ ഒരു ക്ലോക്ക് ഉണ്ട്. നമ്മൾ സാധാരണ സിർക്കാഡിയം റിതം എന്ന് പറയുന്ന ഒരു ബയോളജിക്കൽ ക്ലോക്ക്, അതിനനുസരിച്ച രീതിയിലേക്ക് നമ്മൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറ്റുക. അതും കൂടെ റീഇനാക്കുലേറ്റിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ ഇതിനെ സംരക്ഷിച്ച് നിർത്താൻ വേണ്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെന്താണ് ചെയ്യേണ്ടത്? നമ്മളൊരു 12 മണിക്കൂറെങ്കിലും ഒരു ഫാസ്റ്റിംഗ് വിൻഡോ കൊടുക്കണം എന്നാണ് പറയുക. രോഗമുള്ള ആൾക്കാർ അത് 14 മണിക്കൂറെങ്കിലും ഭക്ഷണം കഴിക്കാതിരിക്കണം. അതായത് രാത്രി 7 മണിയോടുകൂടി ഭക്ഷണം കഴിച്ച് നിർത്തി പിറ്റേ ദിവസം 9 മണിക്ക് ശേഷം മാത്രം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോവുക. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ ഒഴിവാക്കുന്നതോടൊപ്പം കഴിക്കുന്ന ഭക്ഷണത്തിന് ഒരു ടൈം ടേബിൾ വെക്കുക. എല്ലാ ദിവസവും തന്നെ സാമാന്യം ഒരേ സമയത്ത് തന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി തയ്യാറാവുക. 2 നേരമാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ അത് കൃത്യമായ ഒരു ടൈം ഡ്യൂറേഷൻ വെച്ച് ആ സമയത്ത് തന്നെ കഴിക്കാൻ വേണ്ടി തയ്യാറാവുക. ഒരു കാരണവശാലും നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റുകൾ ഉൾപ്പെടുത്താതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി നമ്മൾ ഹെൽത്തി ഗട്ടിന് വേണ്ടി ഒരു നല്ല ആരോഗ്യമുള്ള ദഹന വ്യവസ്ഥയ്ക്ക് വേണ്ടി ചെയ്യേണ്ട പ്രധാനപ്പെട്ട 7 കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്ന്, നിങ്ങൾ ഡെയിലി കഴിക്കേണ്ടത് ഡിഫറെൻറ്റ് കളേഴ്സ് ഉള്ള സാധനങ്ങൾ ഭക്ഷ്യവസ്തുക്കളായിട്ട് ഉൾപ്പെടുത്തുക. പ്രധാനമായിട്ട് 3 ഡിഫറെൻറ്റ് കളറെങ്കിലും നിങ്ങൾ കഴിക്കുന്ന വെജിറ്റബിൾസിനകത്തോ ഫ്രൂട്ട്സിനകത്തോ സ്പ്രൗട്ട്സിനകത്ത് മുളപ്പിച്ച ധാന്യങ്ങൾക്കകത്തോ വരുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതിനകത്ത് സാധാരണ ഫൈറ്റോ ന്യൂട്രിയൻസ് ധാരാളമായിട്ടുണ്ട്.
ഈ ഫൈറ്റോ ന്യൂട്രിയൻസ് നിങ്ങളുടെ ആരോഗ്യത്തിന് വളരെ വളരെ ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ്. ഉദാഹരണമായിട്ട് നമ്മൾ ക്ലോറോഫിൽ, അതുപോലെ ബീറ്റാ കരോട്ടിൻ പോലെയുള്ള ഘടകങ്ങളൊക്കെ ഇതിനകത്ത് ധാരാളമായിട്ടുണ്ട്. അതുകൊണ്ട് വ്യത്യസ്ത കളറുകളുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാകുക. ഇനി 2, സേ നോ ടു റിഫൈൻഡ് കാർബ്സ്. പഞ്ചസാരയും പഞ്ചസാര കൊണ്ടുണ്ടാക്കിയ സാധനങ്ങളോടും നോ എന്ന് പറഞ്ഞേക്കുക. ഒരു കാരണവശാലും കഴിക്കാതിരിക്കുക. 3, രാത്രി പ്രധാനമായിട്ടും സൂര്യാസ്തമയത്തിന് ശേഷം നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ റോ വെജിറ്റബിൾസ് ഉൾപ്പെടുത്താതിരിക്കുന്നതാണ് നല്ലത്. പ്രത്യേകിച്ച് നിങ്ങളുടെ ദഹന വ്യവസ്ഥയ്ക്ക് അല്പം അസ്വസ്ഥത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും രാത്രി കാലങ്ങളിൽ സന്ധ്യയ്ക്ക് ശേഷം ഒരു കാരണവശാലും വേവിക്കാത്ത പച്ചക്കറികൾ നിങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. 4, നിങ്ങളുടെ ഡിന്നർ ഒരു കാരണവശാലും 7 മണിക്ക് ശേഷത്തിലേക്ക് കൊണ്ടുപോകരുത്. കഴിയുന്നത്ര നേരത്തെ തന്നെ നിങ്ങളുടെ ഡിന്നർ കഴിച്ച് നിങ്ങൾ നിർത്തണം. കാരണം ദഹന വ്യവസ്ഥ ട്യൂൺ ചെയ്തിരിക്കുന്നത് ദഹന രസങ്ങളുടെ കോൺസെൻട്രേഷൻ സൂര്യാസ്തമയത്തിന് ശേഷം കുറഞ്ഞു വരുന്നതായിട്ട് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ കട്ടിയുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് ഡിന്നറിന് ഒഴിവാക്കുന്നതാണ് കൂടുതൽ നന്നായിട്ടുണ്ടാവുക. അതുപോലെ തന്നെ നമ്മുടെ അരി ഭക്ഷണം അല്ലെങ്കിൽ ധാന്യങ്ങൾ അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ കൂടെ ഫ്രൂട്ട്സ് കൂടി മിക്സ് ചെയ്ത് കഴിക്കുന്നത് നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങളുടെ ഗ്ലൈസിമിക് ഇൻഡെക്സ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് കാരണമാകും. നിങ്ങളുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് വർദ്ധിപ്പിക്കാനൊക്കെ ഇത് കാരണമാകും. അതുകൊണ്ട് ഇത് മിക്സ് ചെയ്ത് കഴിക്കുന്നത് ഒഴിവാക്കുക. കഴിയുന്നത്ര ഫ്രൂട്ട്സുകൾ ജ്യൂസ് ആക്കാതെ അത് കടിച്ചു മുറിച്ച് കഴിക്കുന്നതാണ് നല്ലത്. സെപ്പറേറ്റ് ആയിട്ട് കഴിക്കുന്നതാണ് നല്ലത്. ഇനി ധാരാളമായിട്ട് നിങ്ങളുടെ ഭക്ഷണത്തിൽ നാച്ചുറൽ പ്രകൃതിദത്തമായ പ്രോബയോട്ടിക്കുകൾ ഉപയോഗിക്കുക. നല്ല ബാക്ടീരിയകൾ അടങ്ങിയ ഭക്ഷണം കഴിക്കുക. യോഗട്ട് നല്ല ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ബട്ടർ മിൽക്ക്, മോര് ഒരു നല്ല കാര്യമാണ്. പഴങ്കഞ്ഞി, ഇത്തരത്തിലുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ വയറിനുള്ളവർ ഒരു നേരത്തെ ഭക്ഷണം പഴങ്കഞ്ഞിയായിട്ട് മാറ്റുന്നതും ഗുണപ്രദമായിട്ട് കാണുന്നുണ്ട്. അപ്പം നാച്ചുറൽ ആയിട്ടുള്ള പ്രോബയോട്ടിക്സുകൾ, അതുപോലെ നമ്മൾ അല്പം ഉപ്പിലിട്ട് പുളിപ്പിച്ച് എടുക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഈ നല്ല പ്രോബയോട്ടിക്കുകളുടെ ഗണത്തിൽ നമുക്ക് പെടുത്താൻ വേണ്ടിയിട്ട് കഴിയും. മറ്റൊന്ന്, സ്ട്രെസ്സിനെ മാനേജ് ചെയ്യുക. നല്ല ആരോഗ്യത്തിന്, നിങ്ങളുടെ ഗട്ടിൻ്റെ ആരോഗ്യത്തിനും നിങ്ങളുടെ സ്ട്രെസ്സ് മാനേജ് ചെയ്യണം. സ്ട്രെസ്സ് കുറച്ചേ തീരൂ. കാരണം സ്ട്രെസ്സ് എടുക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് കോർട്ടിസോൾ എലിവേഷൻ ഉണ്ടാവുകയും കോർട്ടിസോൾ എന്ന് പറയുന്ന സ്ട്രെസ് ഹോർമോണ് നിങ്ങളുടെ ഗട്ടിൻ്റെ ദഹന വ്യവസ്ഥയുടെ ആരോഗ്യത്തെ നശിപ്പിക്കുകയും ചെയ്യും. ഇത് നമ്മുടെ നെർവസ് സിസ്റ്റത്തിന് പോലും ഹാനികരമായിട്ട് ഭവിക്കുന്ന ഒരു കാര്യമാണ്. ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവാം. അപ്പോൾ ദഹന വ്യവസ്ഥയുടെ നന്മ അല്ലെങ്കിൽ ഗുണപരമായ കാര്യങ്ങളാണ് നിങ്ങളുടെ തലച്ചോറിനെ വരെ സ്വാധീനിക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നല്ല ദഹന വ്യവസ്ഥയോടുകൂടി നല്ല ആരോഗ്യത്തോടു കൂടി നമുക്കൊക്കെ ജീവിക്കാൻ വേണ്ടി കഴിയട്ടെ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെല്ലാവർക്കും നന്ദി.